ഹലോ ഹലോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാനപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നതാണ്. നിങ്ങൾക്ക് തോന്നുന്നു ഞാൻ എവിടേക്കാണ് പോകുന്നതെന്നല്ലേ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൻ്റെ വിശേഷങ്ങളുമായിട്ടൊക്കെ നിങ്ങൾ ആ വിശേഷങ്ങൾ പങ്കുവെക്കാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. ഞങ്ങളുടെ നാട്ടിലെ ഒരു കർഷകൻ ഒരു പുതിയ സംരംഭം കുറച്ച് കാലങ്ങളായി തുടങ്ങിയിട്ട്. അപ്പോൾ അതറിഞ്ഞപ്പോൾ കാണണം എന്നുള്ളൊരു കൗതുകത്തിൻ്റെ മുകളിൽ ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ നല്ല ഇനം ബെഡ് തൈകൾ ഉണ്ടാക്കി നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ തൃശ്ശൂരിലെ പല ഭാഗങ്ങളിലും എത്തിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ ബെഡ് തൈ 2 വർഷം കൊണ്ട് കായ്ക്കുമെന്നുള്ളതാണ്. 2 വർഷം കൊണ്ട് കായ്ക്കുമെന്ന് അദ്ദേഹം ഉറപ്പ് പറയുന്നു. അത്രയും നല്ല ബെഡ് തൈകളാണ് ഉണ്ടാക്കി നൽകുന്നത്. ഒരുപാട് ആളുകൾ എത്തുന്നുണ്ടെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ നഴ്സറി എൻ്റെ ഒരു സഹോദരത്തിലുള്ള വ്യക്തിയാണ്. അയാളുടെ പേര് പ്രമോദ് എന്നാണ്. അപ്പോൾ അദ്ദേഹം കൂടുതലായിട്ട് പറഞ്ഞു തരും, നമുക്ക് കാണാം. ഇതാണ് ഞാൻ പറഞ്ഞ വ്യക്തി. നമ്മുടെ ഒരു ഗാർഡനിലാണ്. ഇതാണ് ഗാർഡൻ. ഇത് എന്താണ് നമ്മളിതിൻ്റെ ഈ പ്ലാവിൻ്റെ പേരെന്താണ് പറയും? പ്ലാവിൻ്റെ പേര് വിയറ്റ്നാം സൂപ്പർ എയർലി എന്ന് പറയും. വിയറ്റ്നാം സൂപ്പർ എയർലി. അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രത്യേകത? 2 വർഷം കൊണ്ട് കായ്ക്കും. 2 വർഷം കൊണ്ട് നമ്മളിത് കായ്ക്കും. നല്ല അടിപൊളി ചക്ക അല്ലേ? വെയിലുള്ള സ്ഥലത്ത്, നല്ല ചക്ക, നല്ല വെയിലുള്ള സ്ഥലം, രാവിലെ മുതൽ വൈകുന്നേരം വരെയും വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെച്ചാൽ അത്രയും ഉചിതം, നന്നായി കായ്ക്കും. 2 വർഷം കൊണ്ട് വലിയ ചക്ക. വലിയ ചക്ക എന്ന് പറഞ്ഞാൽ ഇതിലൊരു കൊമ്പിലൊരു 10-30 ചക്ക ഉണ്ടാവും. അപ്പൊ നമ്മള് അതിലുള്ള വലിയ ചക്ക അവിടെ നിർത്തിയിട്ട് 10-30 ചക്ക ഉണ്ടെങ്കിൽ ഒരു 10 ചക്ക നിർത്തിയിട്ട് ബാക്കി 20 ചക്കയും കറിക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഈ 30 ചക്കയുടെ ഭാരം താങ്ങാനുള്ള ശേഷി ആ കൊമ്പന് ഉണ്ടാവില്ല. അതുകൊണ്ട് ഒടിയാൻ സാധ്യതയുണ്ട്. അത്രയും ചക്ക ഉണ്ടാവും. അപ്പൊ ഒരു 10-20 ചക്ക നമ്മൾ പല പ്രാവശ്യമായിട്ട് കറിക്കെടുത്ത് ഉപയോഗിക്കുക. വലിയ ചക്ക അതിൽ നിർത്തുക. ഒരു വീട് വെക്കാൻ തുടങ്ങുമ്പോ തന്നെ നമുക്ക് വീട് പണി കഴിയുന്നതിന് മുന്നേ നമുക്ക് അതിന്റെ ഉൽപ്പന്നം നമുക്ക് ഉണ്ടാക്കാം. നല്ല അടിപൊളി ചക്ക, നല്ല മധുരമുള്ള ചക്ക. അതാണ് ഇതാ നമ്മളെ നല്ല തളിർത്ത് നല്ല ഭംഗിയായി നിൽക്കുന്ന പ്ലാവിന്റെ ചെടികളാണ് കൂടെ കാണാവുന്നത്. J30 എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലാവുണ്ട്. ചക്കയുടെ രാജാവ് എന്ന് പറയും. ചക്കയുടെ രാജാവ് J30. നമ്മളിപ്പോഴാണ് ഇതൊക്കെ അറിയണത് അതാണ് ഈ സാധനം. അപ്പൊ ആവശ്യക്കാര് 3 വർഷമാവും കായ്ക്കാൻ. 3 വർഷം അല്ലേ? നല്ല വലിപ്പമായിരിക്കും. ചക്ക ഇത്രയും എണ്ണം ഉണ്ടാവില്ല. ഈ വിയറ്റ്നാമിന്റെ ഉണ്ടാകുന്ന അത്രയും ചക്കയുടെ എണ്ണം ഉണ്ടാവില്ല. പക്ഷെ വലിയ ചക്ക, നല്ല ടേസ്റ്റ്. ചക്ക കഴിക്കുന്ന പ്രേമികൾ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്കിത് കാണാവുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യാനുസരണം നിങ്ങൾക്കിത് മേടിക്കാം. നല്ല ചക്കയാണ്. നല്ല ഒരുവിധം കുഴപ്പമില്ല. ഒരു 5 സെൻറ്റ് സ്ഥലത്തിലേക്ക് ഒരു ചക്ക പറഞ്ഞാൽ വലിയ സ്ഥലമൊന്നും വേണ്ട. നമുക്ക് വലിയ വളർച്ചയൊന്നുമില്ല. ഞാൻ മറ്റേതിൻ്റെ ചെറിയ ചക്ക കാച്ചൊരു ചക്കയുണ്ട്, നിങ്ങൾക്കത് കാണിക്കാം. നല്ല ചക്കയാണ്. നല്ല അടിപൊളി. നോക്കൂ, നല്ല വൃത്തിയായി നല്ല ചന്തമുണ്ട്. നല്ല ഉസിരോട് കൂടി നിൽക്കുന്ന ചെടികൾ. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ അപ്പോൾ അതിനൊക്കെ ചെറിയ വളമൊക്കെ ഇട്ട് കൊടുത്ത് അത് നോക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു 2 മീറ്റർ ഹൈറ്റ് വരുമായിരിക്കും അല്ലേ? അതാണ്, ഏകദേശം 2 മീറ്റർ ഹൈറ്റൊക്കെ വരുള്ളൂ. വലിയ ഇതൊന്നും വേണ്ട. വലുതുണ്ട്. ആവശ്യക്കാരെ കൊണ്ട് നമ്മൾ കോണ്ടാക്ട് നമ്പറൊക്കെ നമ്മളിടും. അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണ്ടി പറഞ്ഞാൽ അവരുടെ ഒന്ന് ചോദിച്ച് മേടിക്കാവുന്നതാണ്. ഇപ്പോൾ ഏകദേശം നമുക്കിത് എത്ര ഉറുപ്പ്യ വരും അതിന്? ഇതൊരു 300 രൂപ. ഏകദേശം അതെ, ഒരു 300 രൂപയൊക്കെയാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ പുറത്തുനിന്നുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ, കുറച്ച് ആളുകളുണ്ടെങ്കിൽ കുറച്ച് സാധനം കൊണ്ടുപോകണം പറഞ്ഞാൽ അത്രയും നല്ല ഒരു സാധനമാണ് നമ്മൾ ഈ വീഡിയോ ആയിട്ട് വന്നേക്കുന്നത്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ അത് നമുക്ക് കമന്റ് ചെയ്യാം. നമ്മുടെ വീഡിയോ താഴെ കമന്റ് ചെയ്യാം. 2 വർഷത്തിൽ കായ്ച്ചില്ലെങ്കിൽ നമ്മൾ അവിടെ വന്ന ചെടി പറിച്ചെടുത്ത് വേറെ ചെടി വെച്ച് തരും. 2 വർഷത്തിനുള്ളിൽ കാച്ചില്ല. ആൾ പറയുന്ന കാരണം 2 വർഷത്തിനുള്ളിൽ ഈ ചെടി കാച്ചില്ലെങ്കിൽ ആൾ അവിടെ വന്ന് നിങ്ങളുടെ സ്ഥലത്ത് വന്ന് ആ ചെടി പറിച്ചെടുത്ത് വേറെ ചെടി വെച്ച് തരുന്നതാണ് പറഞ്ഞത്. അത്രയും 100% ഗ്യാരണ്ടി. നമ്മുടെ എല്ലാം 100%. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പറയുക. അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പറും മറ്റു വിവരങ്ങളും നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നതായിരിക്കും.
ഈ ബെഡ് തൈ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതും കൂടി നിങ്ങൾ പരിചയപ്പെടുത്തി തരാം. അത് ഞാൻ പറയുന്നതായിരിക്കും. നമ്മൾ ചക്കക്കുരു സാധാ ചക്കയുടെ കുരു പാവണം, തൈയാവും. തൈയാവുമ്പോൾ ഒരു 2 മാസം പ്രായം കഴിയുമ്പോൾ ഇതിൻ്റെ തോല് ഒരു സ്ക്വയർ ടൈപ്പിൽ 1 ഇഞ്ച് നീളത്തിൽ ഇതിൻ്റെ വണ്ണം എത്രയുണ്ടോ അത്രയും അതിനാക്കിയിട്ട് ഒരു പൊളി പൊളിച്ചിട്ട് ഇങ്ങനെ പൊളിച്ചെടുക്കും. ഇത്രയും ഭാഗം പൊളിച്ചെടുത്തിട്ട് നമ്മൾ നല്ല കാക്കുന്ന പ്ലാവുണ്ട് അപ്പുറത്ത് നമ്മുടെ ഒരു പറമ്പിലുണ്ട്. ആ പറമ്പിൽ ഇത് ബെഡിന് വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു കൊമ്പിൽ പോയിട്ട് ആ തൊലി എടുത്ത് ഇതിൽ വന്ന് ഒട്ടിച്ച് ബെഡ് ചെയ്യാം. ബെഡ് ചെയ്തിട്ട് ഒരു 15 ദിവസം കഴിയുമ്പോൾ അത് മുറിച്ച് വിട്ടാൽ വരും. എന്നിട്ട് ഇതിൽ ബെഡ് ചെയ്യും. ഇതിൽ ബെഡ് ചെയ്യുമ്പോൾ ഇതിൽ മുള പൊട്ടി വരും. അതിൻ്റെ അത് കായ്ക്കുന്ന പ്ലാവിന്ന് തന്നെ നിർബന്ധമായി എടുക്കണം, എന്നാലേ ഇത് കായ്ക്കുള്ളൂ ഈ പറഞ്ഞ പോലെ. എന്നിട്ട് ഇത് ഒട്ടിച്ചതിന് ശേഷം 15 ദിവസം കഴിഞ്ഞിട്ട് ഇതങ്ങോട്ട് ഒടിച്ച് കളയും. ഇതങ്ങോട്ട് ഒടിച്ച് കളയുമ്പോൾ ഇവിടുന്ന് മുള പൊട്ടി വരും. അപ്പം അങ്ങനെയാണ് നമ്മുടെ ഈ ബെഡ് തൈ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത്രയും വളരെ സൂക്ഷ്മമായിട്ടാണ് നമുക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചെടികൾ കണ്ടറിയാം. നോക്കാം. ചക്കയെന്ന് കാണിച്ചു. ഇവിടുത്തെ ഇതിൻ്റെ ഒരു കാഴ്ച നിൽക്കുന്ന ഒരു ചെടിയുണ്ട് നമുക്ക് പ്ലാവിൻ്റെ, കാണിച്ചു തരാം. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ ചെറിയ ബെഡ് ചെയ്ത കാച്ചിരിക്കാൻ കാണിക്കാതാണോ? അത്ര ചെറുപ്പം തന്നെ കാച്ചി കണ്ടതോ. അതുപോലെ മാവുണ്ട്, മാവുണ്ട് കണ്ടതോ. മാവൊക്കെ പൂത്തിരിക്കുന്നുണ്ടോ? അത്ര ചെയ്താന്നറിയും. മനോഹരമല്ല. അതൊന്ന് കാച്ചിരിക്കുന്നത് നല്ല ഇടിഞ്ചക്ക. കുറച്ചുകൂടി ഭാഗമായി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഉപ്പേരിയൊക്കെ വെച്ച് കഴിക്കാം. ഇതാണോ കാച്ചിരിക്കുന്നത്? എത്ര ചെറു പ്രായത്തിൽ തന്നെ. അപ്പോൾ അത്രയും മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് ലോങ് ആയിട്ട്. പ്രമോ ശരിയെന്നാ കാണാം. ശരി, നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. നിങ്ങൾ കണ്ട വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ആവശ്യക്കാരുണ്ടെങ്കിൽ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടുക കേട്ടോ. നമ്മൾ ഫോൺ നമ്പറെല്ലാം ആഡ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ നേരിട്ട് വിളിക്കുക. നല്ല പ്ലാവിൻ തൈ, നല്ല അടിപൊളി നാടൻ ചക്കയൊക്കെ കഴിക്കാം.